ഹായ് ഓൾ, ദിസ് ഇസ് മീ നന്ദ റോസ് ഡൊമിനിക് ഫ്രം പൂണോളിൽ. ഇന്ന് നമുക്ക് കുറച്ച് ബ്രൈഡൽ വെയർ ഗൗൺസിൻ്റെ കളക്ഷൻസ് കാണാം. നല്ല എക്സ്ക്ലൂസീവായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ ഇറക്കിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇതെല്ലാം. ഫസ്റ്റ് വൺ ഈ ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഗൗണാണ്. ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ പാറ്റേണിലാണ്. ഇതുവരെ നല്ല ഷേപ്പിൽ ഇരുന്നിട്ട് ഒരു ഫ്ലെയർഡ് പാറ്റേൺ ആണ് അടിയിലോട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെക്ക് ലൈൻ, സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ. മോഡേൺ ബ്രൈഡ്സിനൊക്കെ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇത് നെറ്റിലോട്ട് ആപ്ലിക് വർക്ക് വിത്ത് പേൾ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ ഫുൾ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഇതുപോലെ വരുന്നു, വേലുമുണ്ട്. കോർസെറ്റഡ് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ ഇരിക്കാനായിട്ട്, സ്നാച്ച്ഡ് ലുക്ക് കിട്ടാനായിട്ട് ഇത് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. നല്ല ഫിറ്റിൽ ഇരിക്കും. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചസ് ഈ ഒരു പീസിൻ്റെ അറൗണ്ട് 21,000. എല്ലാം ഒരു 20, 21, 16 തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് റേഞ്ചസ് ആണ് നമുക്കിതിൽ വരുന്നത്. ഫുൾ നല്ല ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. എൻസിൽ ഇതുപോലെ മെഷീൻ വർക്ക് ആപ്ലിക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഈ ഒരു പാറ്റേണിൽ ആപ്ലിക് വർക്കാണ്. ഗ്ലൗസ് ഉണ്ട്. ഇതുപോലെ വരുന്നു. നല്ല സിമ്പിൾ ആൻഡ് നല്ല ഫിറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നെക്സ്റ്റ് പാറ്റേൺ ഇതുപോലെ വരുന്നു. വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ ആപ്ലിക് വർക്കാണ്. ഹാൻഡ് വർക്ക്ഡ് ഫാബ്രിക്കിൽ ആപ്ലിക്ക് ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺ. ഇതിലാവുമ്പോൾ കുറച്ചുകൂടി ഫ്ലെയർ ഉണ്ട്. നല്ല സോഫ്റ്റ് നെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേല് വരുന്നുണ്ട്, ഗ്ലൗസ് വരുന്നുണ്ട്. ബാക്കിലെ ഡിസൈൻ ഇതുപോലെ വരുന്നു. നെക്സ്റ്റ് ഇതിലായാലും ആപ്ലിക് വർക്ക് വരുന്നൊരു പാറ്റേൺ ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിറ്റാണ്. ഇതിൽ ബോക്സ് പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതായാലും നല്ല ഹെവി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പ്യുവർ വൈറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഗൗൺ. സ്കാറ്റേർഡ് വർക്കാണ് ഇതിൽ വരുന്നത്. ഹാൻഡ് വർക്ക്ഡ് ആണ്. നെക്കിലൊക്കെ സ്കാറ്ററിങ് വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ വരും. സോഫ്റ്റ് നെറ്റ്, നല്ല ഫാബ്രിക്കാണ് ഇതിലെല്ലാം യൂസ് ചെയ്തത്. ഇതായാലും സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ പാറ്റേണിലാണ്. പിന്നെ ഇങ്ങനെ വരുന്നു, ആപ്ലിക് വർക്കൊക്കെ വന്നിട്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രഞ്ച് ലേസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സിമ്പിളായിട്ട് നിൽക്കണം, എന്നാൽ ഒരു എലഗൻറ്റ് സട്ടിലായിട്ടുള്ളൊരു ലുക്ക് വേണ്ട ഒരു ബ്രൈഡിനാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ഓപ്ഷൻ. അങ്ങനെ ഒരുപാട് ഹാൻഡ് വർക്ക് ഒന്നുമില്ല, ബട്ട് എന്നാലും നല്ല ക്ലാസി ആയിട്ട് ഫ്രഞ്ച് ലേസ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഇതുപോലെ വരുന്നു. പിന്നെ ഈ ഒരു പാറ്റേണിലായാലും ആപ്ലിക് വർക്കാണ്. നെക്ക് ലൈനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പോർഷൻ ഷ്യൂർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ള പാറ്റേൺസ്. ഈ ഒരു പാറ്റേൺ വരുമ്പോഴേക്കും സ്കിൻ കളറിലുള്ള നെറ്റാണ് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അതിങ്ങനെ പാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. അപ്പോൾ ഇത് സ്കിൻ കളർ കൊടുത്തതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് അപ്പോൾ നമ്മുടെ സ്കിന്നായിട്ട് മേർജ് ആയി പോവും. പക്ഷേ ഈ വർക്കിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അത് നിൽക്കും. സോ ഇതിൻ്റെ ബാക്ക് ഇതുപോലെയാണ് വരുന്നത്. എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വരുന്നത്. യൂഷ്വലി ബ്രൈഡൽ ഗൗൺസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ നല്ല ഹെവി ബഡ്ജറ്റ് നമ്മൾ കരുതേണ്ടി വരും. അപ്പോൾ ഇന്ന് കാണിച്ച ബ്രൈഡൽ വെയർ ഗൗൺസിൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വരുന്നത്. യൂഷ്വലി ബ്രൈഡൽ ഗൗണൊക്കെ കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ പോക്കറ്റ്സ് എംപ്റ്റി ആവും, കാരണം ഇറ്റ്സ് ഓൾവേസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ വേണം, എന്നാൽ നല്ലൊരു എലഗൻറ്റ് ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ വി ഹാവ് നമ്മുടെ പീസസ് ഹിയർ. സോ ഡു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. താങ്ക് യു.